അജി ചെല്ലുമ്പോൾ ത്രിലോക അകലെയിരിക്കുന്ന മോഹിനിയെ കണ്ണുകൊണ്ട് കാണിച്ചു. അജി അത് കണ്ട് മാറിയിരുന്നു. അപ്പച്ചൻ നിന്നെ കുറേ തവണ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ആ, വേറെ ഒരു വഴിക്ക് പോവേണ്ടി വന്നു. പോയ വഴി പറയ അപ്പച്ചയോട്. ത്രിലോക ചിരിച്ചു. എന്തിന് എന്നെ കൊല്ലാനാ? അവൾ അടുത്ത വീക്ക് നാട്ടിൽ പോവും. ഞാൻ പറഞ്ഞില്ലേ അവിടെ മാരേജ് നോക്കുന്നുണ്ട്. അജി ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ നീയൊന്നും പറഞ്ഞില്ലേ? അജി തല വിലങ്ങനെയാട്ടി. നീ വാ, മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് പോവാം. ഇല്ല, എനിക്കിന്നിവിടെ സ്റ്റേ ചെയ്യണം, ജോസ്ലിൻ പോകുന്നവരെ. നോക്കാം. സാഗർ വിളിച്ചിരുന്നു. ആ പെണ്ണിനെ ജാമ്യത്തിലിറക്കി. ഇനി എന്ത് ചെയ്യണം? അവൾ വെറും ഡമ്മി. എനിക്ക് വേണ്ടത് അവനെയാ, വെങ്കിയെ. അവനെ കണ്ടുപിടിക്കാൻ പറ. അജി മുഖമൊന്ന് അമർത്തി തുടച്ചു. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. എന്തിനാണെന്നറിയില്ല. നിറയെ പീലിയുള്ള മഷിതേക്കാത്ത കണ്ണുകൾ നിറഞ്ഞത് തൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിഞ്ഞില്ല. അമ്മാവൻ വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. കൂടെ അമ്മായിയുണ്ട്. ഇതെവിടുന്ന മോളെ? വിശാഖം കയ്യിലുള്ള പാക്കറ്റ് കാണിച്ചു. അയാൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങാൻ വന്നപ്പോഴാ കണ്ണനെ കാറടിച്ചത്. അല്ലാതെ എനിക്കൊന്നും അറിയില്ല അമ്മാവ. നെമി കരഞ്ഞു. ആ, അത് ശരിയാവും. വിശാഖൻ അവളെ ആശ്വസിപ്പിച്ചു. എന്ത് ശരിയാവും? ഇത് മിണ്ടരുത്. അജയ് സാറിന് ഒരു മദാമ്മയായി ബന്ധമുള്ളതാ. അതവിടെ എല്ലാവർക്കും അറിയാം. രണ്ടാളും ഒരുമിച്ച ചില ദിവസങ്ങളിൽ. വിശാഖൻ ബാക്കി പറയാതെ നെമിയെ നോക്കി. മോള് പൊക്കോ, ചെല്ല്. അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. വിശാഖൻ കുറച്ച് ക്യാഷ് അവളുടെ കയ്യിൽ കൊടുത്തു. നെമി കണ്ണീർ തുടച്ച് തലയാട്ടി. അവൾ കുട്ടിയല്ലേ വിമലെ? അവളുടെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ? നിനക്കും ഈ പ്രായത്തിൽ ഒരു മോളില്ലേ? അജയ് സാർ അങ്ങനെയുള്ള ഒരാളല്ല, കോടീശ്വരനാ. അവർ വിരൽ ഞൊടിച്ചാൽ സുന്ദരിമാർ വന്ന് ക്യൂ നിൽക്കും. അവർക്ക് എന്തിനായാലും ഇവിടെ അങ്ങനെ വരേണ്ട കാര്യമില്ല. ഇത് വെറുതെ പരിചയത്തിൻ്റെ പുറത്ത് വന്നതാ. പിന്നെ അവരൊക്കെ നല്ല മനുഷ്യരാ. വിശാഖൻ ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നു. കോടീശ്വരൻ എന്ന് കേട്ടതും വിമല ചിന്തയിലാണ്ടു. അവർക്ക് നെമിയുമായി ഒരു ബന്ധമുണ്ടായാൽ അവർക്കത് ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല. എടി, നിന്റെ കരച്ചിലൊക്കെ മാറിയെങ്കിൽ പണിയുണ്ട്, വേഗം വാ. വിമല പുറത്തു നിന്ന് അലറി. നെമി കുടത്തു നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. മുടി വാരിക്കെട്ടി അമ്മായിയുടെ വീട്ടിലേക്ക് നടന്നു. അജയ് ഫ്ലാറ്റിലാക്കി ത്രിലോക തിരിച്ചു പോന്നു. തറവാട്ടിൽ നിൽക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, വഹിച്ചു അവിടെ ഉള്ളത് ഒരു ധൈര്യമാണ്. തറവാട്ടിലെത്തുമ്പോൾ നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് പൂജ ഉണ്ടായിരുന്നു. അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തറവാട്ടിൽ എല്ലായിടത്തും ദീപം തെളിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ജയയും നിശയും തിരി തെളിയിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അപ്പച്ചിയും വഹിച്ചും. എല്ലാവരും സെറ്റ് സാരിയാണ്. ത്രിലോക ദീപം തെളിക്കുന്ന വൈദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എപ്പോ എത്തി? അവൾ ദീപം തെളിയിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു. ജസ്റ്റ് നൗ. ത്രിലോക ഫോണെടുത്ത് അവൾ ദീപം തെളിക്കുന്ന ഒരു പിക്ക് എടുത്തു. വൈദു നോക്കിയപ്പോൾ ത്രിലോക പല പോസിലും എടുക്കുകയാണ്. അവൾ മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് തിരി തെളിക്കുന്നത് നിർത്തി തന്നെയും ത്രിലോകിനെയും നോക്കി നിൽക്കുന്ന ജയയും നിശയും കണ്ടത്. വൈദു പെട്ടെന്ന് ത്രിലോകിൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഒരു സെൽഫി എടുക്ക്. ത്രിലോക ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവൾ കണ്ണുകൊണ്ട് കാണിച്ചപ്പോഴാണ് ജയയും നിശയും കണ്ടത്. വൈദു ഒരു കൈ ത്രിലോകിൻ്റെ പുറത്തോടെ ഇട്ട് ഷർട്ടി പിടിച്ചു. തോളിൽ കൈയിട്. ശബ്ദം താഴ്ത്തി പറഞ്ഞതും ത്രിലോക ചിരിയോടെ വലം കൈ അവളുടെ തോളിലൂടെ ഇട്ട് സെൽഫി എടുത്തു. പിന്നെ പല പോസിലും കുറേ എടുത്തു. നിശയ്ക്ക് സഹിക്കാൻ കഴിയാതെ അവൾ ഉള്ളിലേക്ക് കയറിപ്പോയി. ജയ ത്രിലോകിനെ നോക്കി അവിടെ തന്നെ നിന്നു. അപ്പച്ചു ഒന്ന് ചുമച്ചപ്പോഴാണ് രണ്ടാളും നിർത്തിയത്. ത്രിലോക ചിരിച്ചിട്ട് എടുത്ത നല്ല പിക്ക് ഇൻസ്റ്റയിലും FBയിലും വാട്സപ്പിലും പോസ്റ്റ് ചെയ്തു. രാത്രി നേരത്തെ കഴിക്കാൻ വിളിക്കുന്നത് കണ്ട് ത്രിലോകിൻ്റെ നെറ്റി ചുളിഞ്ഞു. എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാൻ ഇരിക്കുന്നത്. ത്രിലോകിൻ്റെ നേരെയാണ് നിശയും ജയയും. അതുകൊണ്ട് അവൻ മുഖമുയർത്തി നോക്കാൻ പോയില്ല. മോളെ, എടുത്ത് കഴിക്കി. രാവിലെ മുതൽ കഴിക്കാത്തതല്ലേ? അപ്പച്ചി വൈദു നോക്കിയിരിക്കുന്ന കണ്ട് പറഞ്ഞു. ത്രിലോക ചെറിയ ദേഷ്യത്തോടെ വൈദുവിനെ നോക്കി. വൈദു അവനെ നോക്കാനേ പോയില്ല. കഴിച്ചു കഴിഞ്ഞ് ത്രിലോക് വേഗം മുകളിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് വൈദു. ഇന്ന് വ്രതം എടുത്തോ? റൂമിൽ വന്ന് കയറിയത് ത്രിലോക് ചോദിച്ചു. വൈദു ഡോറടിച്ചു. ആരോട് ചോദിച്ചിട്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടെന്ന്. അവളൊന്നും ശ്രദ്ധിക്കാതെ ബെഡിലേക്ക് കിടന്നു. വൈച്ചു, പ്ലീസ്, നാളെ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടതാ. മുഖം ചുളുക്കി പറയുന്ന കണ്ടപ്പോൾ ത്രിലോകിന് സഹതാപം തോന്നി. അന്നും ഇന്നും ദൈവത്തോട് വിശ്വാസം തോന്നിയില്ല. 3 വയസ്സിലെ അമ്മയെ കാണാതെ വേഗം അമ്മ വരുവാൻ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ച ദിനങ്ങളിൽ ഒരു ദൈവവും വന്നിട്ടില്ല. അച്ഛൻ മരിച്ചപ്പോഴും ജയ ഉപദ്രവിച്ചപ്പോഴും എത്ര പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ വേദനയെടുത്ത് എത്ര തവണ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും വരാത്ത ദൈവം ഇന്ന് ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്നാൽ വരുമോ? ത്രിലോക വൈദുവിനെ നോക്കി. ദാ ഇവിടെ കിടന്നോട്ടാ. വൈദു അവൻ നോക്കുന്നുണ്ട് ചുമരിൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. ത്രിലോക ചെറിയ പരിഭ്രമത്തോടെ അവളുടെ അടുത്ത് കിടന്നു. രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് ത്രിലോക എഴുന്നേറ്റത്. അസിസ്റ്റൻ്റാണ്. അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വേഗം റെഡിയായി. താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പൂജാമുറിയിലുണ്ട്.
എങ്ങോട്ടാണെന്ന് വൈദു ആക്ഷൻ കാണിച്ചു. ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് ശബ്ദമില്ലാതെ പറഞ്ഞു. അവൾ മങ്ങിയ മുഖത്തോടെ തലയാട്ടി. ഓഫീസിലെത്തിയപ്പോൾ അജിയും എത്തിയിട്ടുണ്ട്. ഫയൽസ് കുറച്ച് നോക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞു. വൈദുവിനെ കൊണ്ട് വിടാൻ അജിയെ ഏൽപ്പിച്ചു. അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞു നോക്കി. ത്രിലോക് ദേഷ്യപ്പെട്ടപ്പോൾ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു. ടൗണിൽ നിന്നാണ് വൈദുവിനെ കൂട്ടിയത്. അവിടെ വരെ അവൾ ബസ്സിൽ വന്നിരുന്നു. കോളേജിലേക്കുള്ള റോഡ് എത്തിയപ്പോഴാണ് വൈദു കാർ നിർത്താൻ പറഞ്ഞത്. കാർ നിർത്തിയതും അവൾ ഗ്ലാസ് വേഗം താഴ്ത്തി. നെമി. ഒരു അലർച്ചയായിരുന്നു. അജി വരെ ഞെട്ടി. ശരിയാണ്, മുന്നിൽ വേഗത്തിൽ നടക്കുന്നുണ്ട്. റോസ് കളറിലുള്ള ഒരു ചുരിദാറാണ് വേഷം. വാടി. വൈദു കൈകൊണ്ട് വിളിച്ചു. നെമി ചുറ്റുമൊന്ന് നോക്കിയിട്ട് അടുത്തേക്ക് ചെന്നു. വാ കയറ്. ഇല്ല, എത്താറായില്ലേ? ഇനിയും നടക്കാനുണ്ട്. നീ വാ. വൈദു അജിയെ നോക്കിയപ്പോൾ അവൻ ബാക്കിലെ ഡോർ ഓപ്പൺ ചെയ്തു. നെമി അപ്പോഴാണ് അജിയെ കാണുന്നത്. അവളുടെ മിഴികൾ വല്ലാതെ പിടയ്ക്കുന്നത് അജി നോക്കിക്കണ്ടു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായി നെമിക്ക്. എന്നാൽ വൈദു വിടുന്ന പാവമില്ല. മനസ്സിലെ മനസ്സോടെ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം? വൈദു വേഗം തിരിഞ്ഞിരുന്നു. നെമി ഒന്ന് ഉമിനീരിറക്കി അജിയെ നോക്കി. ഒന്നുമില്ല. എന്തേ, നിന്റെ അമ്മായി വല്ലതും പറഞ്ഞോ? ഇതെന്താ കയ്യിലൊരു പാട്? വൈദു ചോദിച്ചതും അജി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കാർ അവൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് പാളിപ്പോയി. ഒന്നൊലിഞ്ഞുകൊണ്ട് വൈദു അവനെ നോക്കി. ഒരു ബൈക്ക് ഇടയിൽ കയറി. വൈദു പിന്നെയും നെമിക്ക് നേരെ തിരിഞ്ഞു. ഇത് അമ്മായി പൊള്ളിച്ചതാണോ? നെമി തലതാഴ്ത്തി മൂളി. അജിയുടെ സകല നിയന്ത്രണവും ഇല്ലാതായി. ഡ്രൈവിംഗ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ മിടിക്കുന്ന നെഞ്ചിനെ പഴിച്ചു കണ്ണാടിയിലൂടെ ഒരു നോക്കി നോക്കി. വൈദു അമ്മായി ഇരുന്ന് പ്രാഗി പൊള്ളലേറ്റ ഭാഗം നോക്കുന്നുണ്ട്. അജിക്ക് കാണാനും കഴിയുന്നില്ല. കോളേജ് എത്തിയതും വൈദുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ത്രിലോകാണെന്ന് കണ്ടതും അവൾ ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ഇറങ്ങി. ഡോർ ഇറങ്ങാൻ നിന്ന നെമിയുടെ കയ്യിൽ അജി പിടുത്തമിട്ടു. നെമി ഞെട്ടലോടെ അവനെ നോക്കി. ഇതെങ്ങനെ പറ്റിയതാ? അജിയുടെ മുഖത്ത് ആദി നിറഞ്ഞു. നെമി കണ്ണീരോടെ കൈവലിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീർ അജിയുടെ വിരലിലേക്ക് പതിച്ചു. നെമി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അജി അവൾ വൈദുവിൻ്റെ കൂടെ പോകുന്നത് നോക്കി കാറിൽ തന്നെ ഇരുന്നു. ഓഫീസിലെത്തിയിട്ടും അജിക്കൊരു സമാധാനം തോന്നിയില്ല. ഒരു യന്ത്രം പോലെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ത്രിലോകിന് മണി 12 വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. അജിയെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ഫുഡ് ഓർഡർ കൊടുക്കാൻ നിന്നപ്പോഴാണ് വൈദുവിനെ ഓർത്തത്. രാവിലെ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ടാണ് തനിക്കിത്ര വിശപ്പ്. അപ്പോൾ 2 നേരം വ്രതമെടുക്കുന്ന വൈച്ചു. ത്രിലോക് വേഗം എഴുന്നേറ്റു. എങ്ങോട്ടാടാ? വൈച്ചുവിൻ്റെ അടുത്തേക്ക്. നീയും വാ. ഞാൻ എന്തിനാ? നീ പോയിട്ട് വാ. അജി ഒഴിഞ്ഞു മാറാൻ നോക്കി. എഴുന്നേറ്റ് വാടാ. ത്രിലോക് അവനെ പിടിച്ചു വലിച്ചു. കോളേജ് എത്തുമ്പോൾ ഫുഡിൻ്റെ സമയമായിരുന്നു. ത്രിലോക് പുറത്ത് കാർ നിർത്തി വൈദുവിനെ വിളിച്ചു. വിളിച്ച് 5 മിനിറ്റ് കഴിഞ്ഞതും നെമിയുടെ കൈയും പിടിച്ച് വൈദു ഓടി വന്നു. അജി കാറിലിരുന്ന് നെമിയെ നോക്കി. അവൾ രണ്ടാളെയും നോക്കി ചിരിക്കുന്നുണ്ട്. വൈദുവിനെയും നെമിയും കാറിലേക്ക് വിളിക്കുന്ന കണ്ട് അജി നെറ്റി ചുളിച്ചു. അവൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ മുറുകി. ത്രിലോക് കയറി പുറകിൽ. വൈദുവും നെമിയും അജിയെ കണ്ടതും അവൾ പരുങ്ങലോടെ തലതാഴ്ത്തി. തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്കാണ് അവർ പോയത്. എന്താ ഇവിടെ? വൈദു നെറ്റി ചുളിച്ചിറങ്ങി. വാ. ത്രിലോക് അവളുടെ കൈ പിടിച്ച് നടന്നു. പുറകെ അജിയും നെമിയും. നെമി അജിയെ ഇടയ്ക്കിടെ നോക്കിയെങ്കിലും അജി അവളെ നോക്കാൻ പോയില്ല. കുടുംബശ്രീ യൂണിറ്റ് നടത്തുന്ന ചെറിയ ഹോട്ടലാണ്. ത്രിലോകും വൈദുവും അടുത്തിരുന്നു. അജി ഇരിക്കാതെ അവിടെ നിന്നു. ത്രിലോക് അജിയെ നോക്കി കൈ ഉയർത്തിയതും അവൻ മറ്റൊരു ടേബിളിൽ പോയിരുന്നു. നെമിയെ കണ്ണുകൊണ്ട് വിളിച്ചു. അവൾ വൈദുവിനെ നോക്കി. പിന്നെ അജിയുടെ അടുത്തിരുന്നു. ഇവിടെ എന്താ? സാധാരണ ഇവിടേക്ക് എന്തിനാ വരുന്നേ? എനിക്ക് ഫുഡ് വേണ്ട. എഗ്രിമെൻ്റ് എഴുതിയെന്ന് വെച്ച് ഇത്രയ്ക്ക് ആത്മാർത്ഥത വേണ്ട. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലല്ലോ. വൈദുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. 2 ഊണ്. അടുത്തേക്ക് വന്ന ചേച്ചിയോട് പറഞ്ഞിട്ട് ത്രിലോക് വൈദുവിനെ നോക്കി. എന്തേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലാതെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ വേണ്ട വൈച്ചു. എൻ്റെ നല്ലതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ നന്നായി ഇരിക്കണം. അതാണ് എൻ്റെ നല്ലത്. അല്ലാതെ പട്ടിണിയിരുന്ന് എൻ്റെ ആയുസ് കൂട്ടാനാണെങ്കിൽ അത് വേണ്ട. അതാവും ചിലപ്പോൾ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഊണ് വന്ന ത്രിലോക് വൈദുവിനെ നോക്കി. വൈദു അവനെ നോക്കി ചിരിച്ചിട്ട് ചോറിലേക്ക് കൈവച്ചു. കുറച്ചെടുത്ത് കഴിച്ചു. ത്രിലോകും അത് കണ്ട് ചിരിയോടെ കഴിച്ചു. പ്രണയമാണെന്ന് പറയാതെ തന്നെ പറയുന്ന ത്രിലോകിനെ കാണുന്തോറും വൈദുവിന് അവനോടുള്ള പ്രണയം കൂടി വന്നു. വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ആകെ വീർത്തിട്ടുണ്ട്. ഷർട്ട് പകുതിയും നനഞ്ഞ പോലെയാണ്. മുടിയിലൂടെ കൃതാവിലേക്ക് ഒഴുകുന്ന വിയർപ്പ്. അവനെ ആകെ കൂടി നോക്കുമ്പോൾ തന്നിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാവുന്നത് വൈദു അറിഞ്ഞു. അവൻ്റെ ഇളറോസ് നിറമുള്ള ചുണ്ടുകളിൽ ഒന്ന് ചുംബിക്കാൻ തോന്നി. കഴിക്കുമ്പോൾ നെറ്റിയിലെ ചെന്നിയിലെ അനക്കം. തൻ്റെ ചിന്തകൾ അതിരുവിടുന്നെന്ന് തോന്നിയതും വൈദു ചോറിലേക്ക് നോക്കി മെല്ലെ കഴിക്കാൻ തുടങ്ങി.
ലോക വൈദ്യുവിന് നേരെ തലചരിച്ചു. വിരലുകൾ കൂട്ടിപ്പിടിച്ച് ചോറ് കഴിക്കുന്നവളെ ഇമജിമാതെ നോക്കിയിരുന്നു. അവളുടെ കൃതാവിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളും ഭക്ഷണം വായിലേക്ക് വയ്ക്കുമ്പോൾ കവിളുകൾ ഉണ്ടയാകുന്നതും അവൻ ആദ്യമായി കാണുന്ന പോലെ നോക്കി. അവളെ കാണുമ്പോൾ പ്രണയം കൂടാതെ മറ്റെന്ത് വികാരങ്ങളും തന്നിൽ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ചുണ്ടിന് ചുറ്റും വരുന്ന കരയുടെ എണ്ണമയം ചുണ്ടുകൊണ്ട് ഒപ്പിയെടുക്കാൻ തോന്നുന്ന പോലെ. പക്ഷെ ഏതോ ഒരു ഭയം അവനെ പിന്നോട്ട് വലിച്ചു. വൈദ്യു നോക്കിയപ്പോൾ ത്രിലോക് കഴിക്കാതെ തന്നെ നോക്കിയിരിപ്പാണ്. അവൾ പുരികമുയർത്തി കാണിച്ചതും അവൻ ചിരിച്ചു. എന്താ വട്ടായോ? ഇങ്ങനെ പോയാലാവും. ത്രിലോക് ഫുഡിലേക്ക് തിരിഞ്ഞപ്പോൾ വൈദ്യു നെറ്റി ചുളിച്ചു. മനസ്സിലായില്ല. ത്രിലോക് തിരിഞ്ഞ് ഇടം കൈകൊണ്ട് അവളുടെ ചുണ്ടിന് ചുറ്റും അമർത്തി തുടച്ചു. എൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണെന്ന് പുഞ്ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. വൈദ്യു ഷോക്കേറ്റ പോലെ ഒരിപ്പിരുന്നു. ത്രിലോകിന് അത് കണ്ടതും വീണ്ടും ചിരി പൊട്ടി. നോക്കിയിരിക്കാതെ കഴിക്കടി ഉണ്ടക്കണ്ണി. വൈദ്യു ചുണ്ടുകൂട്ടി കഴിക്കാൻ തുടങ്ങിയെങ്കിലും കഴിയുന്നില്ല. ഇങ്ങൊരുടെ ആര ഇപ്പോൾ ചുണ്ടിൽ തൊടാൻ പറഞ്ഞ്. ആകെ ഒരു വൈബ്രേഷൻ. ചുണ്ട് ഉള്ളിലേക്കാക്കി ചിരിയടക്കി. സന്തോഷവും പ്രണയവും ഒരുമിച്ചെത്തിയ ഒരവസ്ഥയിലാണ്. ത്രിലോകിന് അത് മനസ്സിലായതുകൊണ്ട് പിന്നെ അവളെ നോക്കാതെ കഴിക്കാൻ തുടങ്ങി. വൈദ്യവും മെല്ലെ കഴിച്ചു തുടങ്ങി. മുന്നിൽ കൊണ്ടുവച്ച ആഹാരത്തിൽ നുള്ളിപ്പെറുക്കിയിരുന്നു നമി. അജയ് അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ നിന്റെ പ്രശ്നം? അജയ് അവളുടെ ചേരലൂടെ കൈയിട്ടു. തോളിൽ കൈയിടാനാവുമെന്ന് കരുതി നമി ഞെട്ടിത്തിരിഞ്ഞു. കസാരയിൽ തന്നെയാണ് അവൻ്റെ കൈ എന്ന് കണ്ടതും അവൾ കുറച്ച് മുന്നോട്ടിരുന്നു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? നമി അവനെ നോക്കി. ഒരു ചന്ദന കളർ കോട്ടൺ ഷർട്ടാണ്. അല്ലെങ്കിൽ ചൂടെടുത്ത് മുഖമെല്ലാം വിയർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അജയെ നോക്കാതെ നമി മുഖം താഴ്ത്തി. ഇത്ര അടുത്ത് കാണുന്നത് ഇതാദ്യമാണ്. അവൻ്റെ പെർഫ്യൂം അവളിൽ വ്യാപിക്കുന്ന പോലെ മൂക്കിലേക്ക് അടിച്ചുകയറുന്ന മണം. വലതു കൈയിലെ ലൂസാക്കി കെട്ടിയ കറുത്ത ചരട് അവൻ കൈക്ക് മുകളിലേക്ക് കയറ്റിവെച്ചു. അമ്മായി സാറിനെ ഇനി കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് പറഞ്ഞു. നമി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അജി കേൾക്കാതെ അവളിലേക്ക് തല താഴ്ത്തി. നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ മേലായിരുന്നോ? ആജിയും അവൾ പറഞ്ഞ പോലെ ശാന്തമായി പറഞ്ഞു. അത് അമ്മായിയുടെ അവിടെ രാവിലേക്കും ഉച്ചക്കലേക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാ എനിക്ക് ക്യാഷ് തരുന്നത്. അവിടെ അടിച്ചു വരാനൊക്കെ ഒരു ചേച്ചി വരും. ഉച്ചയ്ക്ക് ആ ചേച്ചിയാ അമ്മയ്ക്ക് ആഹാരം വാരി കൊടുക്കുന്നത്. അമ്മായി വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പട്ടിണി കിടക്കും. നേമിയുടെ കണ്ണുകൾ നിറഞ്ഞു വിതുമ്പാൻ തയ്യാറെടുക്കുന്ന പോലെ. അജിയുടെ നെറ്റി ചുളിഞ്ഞു. അതിന് ഇനി നമ്മൾ കണ്ടെന്നറിഞ്ഞാൽ അമ്മായി ആ ചേച്ചിയോട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ പൊള്ളിച്ചു. നെമി മുഖം താഴ്ത്തി. വെളുത്ത കൈയിൽ തെളിഞ്ഞു കാണുന്ന കറുത്തപ്പാട്. അജി പിന്നെ അവളെ നോക്കാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അജി എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിൻ്റെ വിഷമവും അവളിൽ ഉടലെടുത്തു. ഒരു ചേട്ടൻ വേണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അനിയനാണ് ഉണ്ടായത്. അച്ഛനുള്ളവരെ സ്വർഗമായിരുന്നു. നെമി പഴയതൊന്നും ഓർക്കാൻ താല്പര്യമില്ലാതെ മുഖം അമർത്തി തുടച്ച് കഴിക്കാൻ തുടങ്ങി. വൈദ്യവും ത്രിലോകും എഴുന്നേറ്റപ്പോൾ നെമിയും എഴുന്നേൽക്കാൻ നിന്നു. എങ്ങോട്ടാ? മതി. മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ആഹാരം തോന്നുമ്പോൾ വാങ്ങി കളയാനുള്ളതല്ല. അജിയുടെ മൂർച്ചയേറിയ നോട്ടം കണ്ടതും നെമി അവിടെ തന്നെ അറിയാതെ ഇരുന്നു പോയി. വൈദ്യുവിനെ നോക്കിയപ്പോഴാണ് ത്രിലോകിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന തിരക്കിലാണ്. നെമി മിണ്ടാതെ ഇരുന്നു കഴിച്ചു. വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ള ഭക്ഷണം കിട്ടുന്നത്. വിശാഖനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ? എന്തിന്? വേണ്ട. അമ്മായിന് അതറിഞ്ഞാൽ. എന്നാൽ കുറച്ച് ക്യാഷ് തരട്ടെ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് വേറൊരു ഹെൽപ്പ് ചെയ്യോ? എന്താണെന്ന പാവത്തിൽ നെറ്റി ഉയർത്തി. എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? അപ്പോൾ പഠിപ്പ് അത് പിന്നെയാണെങ്കിലും ചെയ്യാലോ. അമ്മായി സമ്മതിക്കോ? ജോലി കിട്ടി ഒരു 4 മാസം കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറാമെന്ന് കരുതിയ അമ്മ വേറെ ഒരു നല്ല ഹോസ്പിറ്റൽ കാണിക്കണം. വിശാഖ നിങ്ങളുടെ ആരാ? അമ്മാവൻ ഞങ്ങളുടെ അകന്ന ബന്ധത്തിലെ. ഞങ്ങൾക്ക് ആരുമില്ലാതായപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നെമി തലയാട്ടി. അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം കണ്ടു. അജിക്ക് അത് കണ്ടപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി.